എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയ് 4 മുതൽ 14 വരെയുള്ള ഇമ്പോർട്ടന്റ് കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം, 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ഷീലയാണ്. സത്യജിത് റേ ഫിലിം സൊസൈറ്റിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ആരാണ് ഈ പുരസ്കാരം നൽകുന്നത്? സത്യജിത് റേ ഫിലിം സൊസൈറ്റി ആണെന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ സാഹിത്യ പുരസ്കാരം 2024 ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണെന്നത് ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2024 സത്യജിത് റേ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? ഷീലയാണ്. ക്ലിയർ ആണല്ലോ? നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായ നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായത് പൂനെയിലാണ്. ഇന്ത്യൻ ആർമിയും പുനിത് ബാലൻ ഗ്രൂപ്പും കൂടെ ചേർന്നിട്ടാണ് ഈ പാർക്ക് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയ പഞ്ചായത്ത് കുളത്തൂപ്പുഴ പഞ്ചായത്താണ്. അതൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് സ്ഥാപിതമായ നഗരം എവിടെയാണ്? പൂനെയാണ്. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരം ആരാണ്? 2024 മെയ് 4 ഗൂഗിൾ ഡൂഡിലിലൂടെ ആദരിക്കപ്പെട്ട ഇന്ത്യൻ ഗുസ്തി താരമാണ് ഹമീദ ബാനു. ഇന്ത്യയിലെ ആദ്യ വനിതാ ഗുസ്തി താരമാണ് ആര്? ഹമീദ ബാനു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗുസ്തി താരം ഹമീദ ബാനു ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ നാലാമത്തെ ചോദ്യം, 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? 2024 ലോക പത്രസ്വാതന്ത്ര്യ ദിന സമ്മേളനത്തിന് ആതിഥേയത്വം വഹിച്ചത് ചിലിയാണ്. എന്നാണ് ലോക പത്രസ്വാതന്ത്ര്യ ദിനം? മെയ് 3 ഓർത്തിരിക്കുക. നമ്മുടെ അഞ്ചാമത്തെ ചോദ്യം, AI സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? AI സാധ്യതകൾ പൊതുവിദ്യാഭ്യാസത്തിൽ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനായിട്ട് അധ്യാപകർക്ക് AI ട്രെയിനിങ് നൽകാൻ തീരുമാനിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ആറാമത്തെ ചോദ്യം, യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2024 യുനിസെഫ് ഇന്ത്യയുടെ ദേശീയ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കരീന കപൂർ ആണ്. നമ്മുടെ ഏഴാമത്തെ ചോദ്യം, 2024 മെയ് മാസത്തിൽ കനത്ത മഴ കാരണം നിരവധി മരണങ്ങളും നാശനഷ്ടങ്ങളും സംഭവിച്ച രാജ്യം ഏതാണ്? ബ്രസീലാണ്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. നമ്മുടെ എട്ടാമത്തെ ചോദ്യം, 2023-24 വർഷത്തിലെ ISL കിരീട ജേതാക്കൾ മുംബൈ സിറ്റിയാണ്. ATK മോഹൻ ബഗാനെയാണ് മുംബൈ സിറ്റി തോൽപ്പിച്ചതെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ഒമ്പതാമത്തെ ചോദ്യം, കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണെന്ന് ഓർത്തിരിക്കുക. ഒന്നാമത്തെ മെട്രോ എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. നമ്മുടെ പത്താമത്തെ ചോദ്യം, ഇന്ത്യസ് ട്രേഡ് പോളിസി ദ 1990s ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഇന്ത്യസ് ട്രേഡ് പോളിസി ദ 1990s ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകം എഴുതിയത് അരവിന്ദ് പനഗരിയയാണ്. നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനായിരുന്നു ആര്? അരവിന്ദ് പനഗരിയ. അതുപോലെ തന്നെ 16ാമത് ധനകാര്യ കമ്മീഷന്റെ ചെയർമാനുമാണ് ആര്? അരവിന്ദ് പനഗരിയ. ഓർത്തിരിക്കുക. നമ്മുടെ 11ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് അരങ്ങേറ്റം കുറിച്ച ഏറ്റവും പ്രായം കൂടിയ താരമാണ് ആര്? ആശാ ശോഭന. മലയാളി താരമാണ്. IPL റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ പ്ലെയർ ആണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 12ാമത്തെ ചോദ്യം, 2023-24 സീസണിലെ സ്പാനിഷ് ലാ ലീഗ കിരീടം നേടിയ ടീം ഏതാണ്? 2023-24 സീസണിലെ സ്പാനിഷ് ലാ ലീഗ കിരീടം നേടിയത് റയൽ മാഡ്രിഡ് ആണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കുന്നത് നേപ്പാൾ ആണ്. നേപ്പാളിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? പുഷ്പ കമൽ ദഹൽ. ആരാണ്? പുഷ്പ കമൽ ദഹൽ. ഓർത്തിരിക്കുക. നമ്മുടെ 14ാമത്തെ ചോദ്യം, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ച വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി സ്കൂൾ ഓൺ മീൽസ് പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്.
സംസ്ഥാനത്ത് ഒരു വർഷം നീണ്ടുന്ന വംശീയ കലാപത്തെ തുടർന്ന് ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നു. ഈ ക്യാമ്പുകളിൽ എത്തിപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഏത് പദ്ധതി ആരംഭിച്ചത്? സ്കൂൾ ഓൺ വീൽസ് എന്ന പദ്ധതി ആരംഭിച്ചത്. നമ്മുടെ 15ാമത്തെ ചോദ്യം, 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? 2024 വനിതാ 2020 ലോകകപ്പിന് വേദിയാകുന്നത് ബംഗ്ലാദേശ് ആണ്. 2023 വനിതാ T20 ലോകകപ്പ് വേദിയായിരുന്നത് ദക്ഷിണാഫ്രിക്കയാണ്. ആൻഡ് 2023 ചാമ്പ്യന്മാരായത് ഓസ്ട്രേലിയ ആണെന്ന് കൂടെ ഓർത്തിരിക്കുക. നമ്മുടെ 16ാമത്തെ ചോദ്യം, 4ാമത് ലോക കേരള സഭയുടെ വേദി. 4ാമത് ലോക കേരള സഭയുടെ വേദിയാണ് ഇത്? തിരുവനന്തപുരം. ഇന്ത്യയുടെ തെക്കേറ്റത്തെ തലസ്ഥാനം കൂടിയാണ് ഇത് തിരുവനന്തപുരം എന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 17ാമത്തെ ചോദ്യം, 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് പ്രതിഭ റോയി ആണ്. പുരസ്കാരം നൽകുന്നത് ONV കൾച്ചർ അക്കാദമിയാണ്. ആരാണ് പുരസ്കാരം നൽകുന്നത്? ONV കൾച്ചർ അക്കാദമിയാണെന്ന് ഓർത്തിരിക്കാം. എന്താണ് ഇതിന്റെ സമ്മാനത്തുക? 3 ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക. ഇനി പ്രഥമ ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സുഗതകുമാരിയാണ്. 2017 സുഗതകുമാരി പുരസ്കാരം നേടുന്നത് ഓർത്തിരിക്കാം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് ആരാണ്? പ്രതിഭ റോയ്. നമ്മുടെ 18ാമത്തെ ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞ ആരാണ്? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞയാണ് വിക്ടോറിയ ഷീ. ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് ആര്? വിക്ടോറിയ ഷീ എന്നുള്ളത്. ഇനി AI ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷ സംബന്ധിച്ച് ലോകത്തിൽ ഒപ്പിട്ട ആദ്യത്തെ ഉടമ്പടി ഏതാണ്? ബ്ലെച്ചിലി ഉടമ്പടിയാണ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സുരക്ഷാ ഉച്ചകോടിക്ക് വേദിയായത് UK ആണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയാണ് ആര്? ഐറിസ്. ഇനി കേരളം ആദ്യമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രൊസസർ ആണ് ഏത്? കൈരളി. ഇനി മലയാളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വാർത്താ അവതാരകനാണ് ആര്? ഇവാൻ. ഓർത്തിരിക്കുക ഇത്രയും ക്വസ്റ്റ്യൻസ്. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞ ആരാണ്? വിക്ടോറിയ ഷീ ആണ്. ഉക്രൈൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവാണ് ആര്? വിക്ടോറിയ ഷീ. നമ്മുടെ 19ാമത്തെ ചോദ്യം, 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് റഫീഖ് അഹമ്മദ് ആണ്. ഈ പുരസ്കാരത്തിന്റെ തുക എത്രയാണ്? ഈ പുരസ്കാര തുക എത്രയാണ്? 75,000 രൂപയാണ്. 2023 ജേതാവ് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രനാണെന്നൂടെ ഒന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 20ാമത്തെ ചോദ്യം, ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഭവാനി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ഭവാനി നദിയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാം എന്തുകൊണ്ടാണ് ഇപ്പം ഈ കറണ്ട് അഫയേഴ്സിലേക്ക് കയറി വന്നത്? അടുത്തിടെ ഈ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നപ്പം വർഷങ്ങളോളം പഴക്കമുള്ള ഒരു ക്ഷേത്രം ദൃശ്യമാവുകയുണ്ടായി. അതുകൊണ്ടാണ് ഈ ഡാം ന്യൂസിൽ വന്നത്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. LDCക്കും LGSനും കറണ്ട് അഫയേഴ്സ് 20 മാർക്കിനാണ്. സോ കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്ത് പോവാം. നമ്മുടെ 21ാമത്തെ ചോദ്യം, 2024 മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനിയാണ്. മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി 2024 വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ജർമ്മനി. നമ്മുടെ 22ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര നേഴ്സ് ദിനം എന്നാണ്? അന്താരാഷ്ട്ര നേഴ്സ് ദിനം മെയ് 12-നാണ്. ഈ നേഴ്സ് ദിനത്തിന്റെ പ്രമേയമാണ് എന്ത്? അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ. എന്താണ്? അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ ദ എക്കണോമിക് പവർ ഓഫ് കെയർ. ഓർത്തിരിക്കുക. നമ്മുടെ 23ാമത്തെ ചോദ്യം, അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനം എന്നാണ്? അന്താരാഷ്ട്ര സസ്യ ആരോഗ്യ ദിനവും മെയ് 12-നാണെന്ന് ഓർത്തിരിക്കുക. നമ്മുടെ 24ാമത്തെ ചോദ്യം, 2024 100ാം സമാധി വാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? 2024 100ാം സമാധി വാർഷികം ആചരിക്കപ്പെട്ട നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. തിരുവനന്തപുരത്ത് വെച്ച് പട്ടിസത്യ നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണത്, നവോത്ഥാനത്തിൽ കയറി ചോദിക്കാം, ഓർത്തിരിക്കുക. നമ്മുടെ 25ാമത്തെ ചോദ്യം, 2024 തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും നിരോധിച്ച പുഷ്പം ഏതാണ്? അരളിയാണ്. ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതുപോലെ തന്നെ വിഷാംശം ഉള്ളതുകൊണ്ടാണ് അരളി പുഷ്പത്തെ പൂജാ ചടങ്ങുകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തിയെന്ന് ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ചോദ്യം എന്തായിരുന്നു? 2024 തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മലബാർ ദേവസ്വം ബോർഡും ക്ഷേത്ര ചടങ്ങുകളിൽ നിന്നും നിരോധിച്ച പുഷ്പം ഏതാണ്? അരളിയാണ്. അപ്പൊ നമ്മുടെ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോയുടെ നോട്ട്സ് വേണ്ടവര് നമ്മുടെ റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷനിൽ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും.
അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.